ഹലോ ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ്സാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ സൗദിയിൽ വന്നിട്ട് ഇവിടുന്ന് ഒരുപാട് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്, അതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. നാട്ടിൽ നിന്നും ഒരുപാട് പ്രോഡക്റ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലും നാട്ടിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഞാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. അപ്പോൾ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ നമ്മൾ യൂഷ്വലി ഒരുപാട് ആൾക്കാർ സ്കിന്നിനെ കുറിച്ചിട്ട് ഒത്തിരി കെയർ ചെയ്യുന്ന ആൾക്കാരാണ്. പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് മാത്രം വെച്ചിട്ട് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഞാനും പണ്ട് ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ കാലമൊക്കെ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സ്കിന്നിന് അതിൻ്റെതായിട്ടുള്ള ഡാമേജസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ കെയർ ആവണം. നമുക്ക് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിന് തന്നെ കിട്ടുകയും ചെയ്യും. കാരണം ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റും ഇപ്പോഴത്തെ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം ആ ഒരു ടൈപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്കിൻ കെയറിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടും അവെയർ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് ഭയങ്കര സംഭവങ്ങൾ യൂസ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല, ബട്ട് എനിക്ക് എന്താണോ വേണ്ടതെന്നുള്ളത് ഞാൻ ഇപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഒന്നുണ്ട്, നമ്മുടെ സ്കിന്നിന് പറ്റുന്ന പ്രൊഡക്റ്റ് ഏതാണ്, നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണ്, നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആവുന്ന ഏതൊക്കെ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ് എന്നെല്ലാം നോക്കിയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങിയിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷേ കുറച്ച് ഐറ്റംസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസും ഉണ്ട്. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് അതുപോലത്തെ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ്ലി തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ബോഡി ലോഷനാണ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. റോട്ടയുടെ ഒരു ഗ്ലിസറിനും അതുപോലെ തന്നെ ഷിയ ബട്ടറും അടങ്ങിയിട്ടുള്ള ഒരു ബോഡി ലോഷനാണ്. ഈ ലോഷന് അത്യാവശ്യം ലൈറ്റ് വെയ്റ്റ് ആണ്. കുറച്ചൊരു ഗ്രീസി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ ഷിയ ബട്ടർ അടങ്ങിയിട്ടുള്ളതിനാൽ ഇതിൽ നല്ലൊരു ഗ്ലോ തരുന്നൊരു ഫീൽ എനിക്ക് കിട്ടാറുണ്ട് ഇത് യൂസ് ചെയ്തിട്ട് വരുമ്പോൾ. കയ്യിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഞാനിത് ഫുൾ ബോഡി ഇടയ്ക്കൊക്കെ യൂസ് ചെയ്തും ബാത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു ഗ്ലോ കിട്ടുന്നൊരു പ്രൊഡക്റ്റും കൂടിയാണ്. നാട്ടിൽ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ, അടിപൊളി സ്മെല്ലാണ്. ബോഡി എപ്പോഴും ഹൈഡ്രേറ്റിംഗ് ആയിട്ടിരിക്കാനൊക്കെ ഇതെനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഫീലുണ്ട്. വിൻ്ററിന് ബെസ്റ്റാണ്. വിൻ്ററിന് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സ്കിന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു ജർജൻസിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതും ഒരു ബോഡി ലോഷൻ തന്നെയാണ്. ഞാൻ ബോഡി ലോഷൻ അധികമായിട്ടും ബാത്തിങ് ഒക്കെ കഴിഞ്ഞിട്ട് ബോഡിയിൽ അപ്ലൈ ചെയ്യാറുണ്ട്, എസ്പെഷ്യലി വിൻ്റർ സീസണൊക്കെ ആവുന്ന സമയത്ത്. പക്ഷേ ഇത് കുറച്ചൊരു ഗ്രീസി പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് എനിക്ക് ഒരു സ്റ്റിക്കി പ്രൊഡക്റ്റും കൂടിയാണ്. അപ്പോൾ ഞാൻ വല്ലാതെ അങ്ങോട്ട് യൂസ് ആക്കാറില്ല. കയ്യിലൊക്കെ മാത്രമേ യൂസ് ആക്കാറുണ്ട്. കംപ്ലീറ്റ് ബോഡിയും ഞാൻ റോട്ടയാണ് അധികം യൂസ് ചെയ്യാറുള്ളത്. ഇതും നമ്മൾ പെർഫ്യൂം യൂസേജ് ചുമ്മാ ലോഷൻ എന്നുള്ള രീതിക്ക് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് ഇതൊരു അവക്കാഡോൻ്റെ പ്രൊഡക്റ്റാണ്. അതിനും ഞാൻ അത്രക്കൊരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കാറില്ല. RDLൻ്റെ എക്സ്ട്രാക്റ്റ് അവക്കാഡോ മോയ്സ്ചറൈസിങ് ഹാൻഡ് ആൻഡ് ബോഡി ലോഷൻ പ്ലസ് വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുള്ള ഒരു ബോഡി ലോഷനാണ്. ഇത് ഞാൻ ഒരു പെർഫ്യൂമിന് വേണ്ടി, ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഫസ്റ്റ് ഞാൻ ലോഷൻസ് ആണ് കേട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ലോഷൻ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലെല്ലാം ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന, നാട്ടിൽ ഒരുപാട് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വാസ്ലൈൻ്റെ ഗ്ലൂട്ടാഹയ ആണ്. ഗ്ലൂട്ടാഹയൻ്റെ ഒരു റിവ്യൂ ഞാൻ ചെയ്യാതെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്ലൂട്ടാഹയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗ്ലൂട്ടാത്തയോൺ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചൊരു സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യും എന്നൊരു റിവ്യൂസൊക്കെ പല ആൾക്കാരുടെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ഒരു ബ്രൈറ്റനിങ് ഫീലൊന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഇതൊരു നോൺ സ്റ്റിക്കി പ്രൊഡക്റ്റാണ്. ഒട്ടും ഗ്രീസി അല്ല, ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. അപ്പോൾ നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടിരിക്കും, നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പിന്നെ ബ്രൈറ്റനിങ് ഫീൽ എനിക്ക് തന്നില്ല. പക്ഷേ നമുക്ക് വിൻ്ററിലും ഏത് സീസണിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. പിന്നെ അക്വാലോജിക്കയുടെ സൺസ്ക്രീനും അതുപോലെ തന്നെ അക്വാലോജിക്കയുടെ മോയ്സ്ചറൈസേഴ്സും ഫേസ് വാഷും എല്ലാമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഈ ഒരു പ്രൊഡക്ട്സും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഇതിൽ സൺസ്ക്രീൻ ഓക്കെ ആണ്, എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. മോയ്സ്ചറൈസർ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ഒരു ബാഡ് സ്മെല്ല് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് എനിക്കത് ഇഷ്ടപ്പെടാഞ്ഞത്. പിന്നെ ഭയങ്കര ഒരു യെല്ലോ കണ്ടെയ്ൻ വരുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അതിന്. ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യാറില്ല. ഫേസ് വാഷ് ഈ പ്രൊഡക്ട്സൊക്കെ എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഫേസ് വാഷൊക്കെ പുള്ളിയാണ് യൂസ് ചെയ്യാറുള്ളത്. മോയ്സ്ചറൈസർ
വലിയ ബോക്സ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, ചെറുതിന് വലിയൊരു കുഴപ്പമില്ല. ചെറുതൊരു വൈറ്റ് കാസ്റ്റ് വരുന്നുണ്ട്, അപ്പോൾ അത് വലിയ കുഴപ്പമില്ല. ഒരു യെല്ലോ കാസ്റ്റ് വരുന്നത് ഭയങ്കര ഒരു യെല്ലോ ഫീൽ തരുന്നു. ഫേസിലിട്ട് നമ്മളെന്തൊരു മഞ്ഞൾ യൂസ് ചെയ്തൊക്കെ ഒരു ഫീല് കിട്ടുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇത് ഞാൻ വല്ലാതെ റെക്കമെൻഡ് ചെയ്യില്ല. ബട്ട് ഓക്കെ പ്രൊഡക്റ്റാണ്. ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടാവുമല്ലോ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ്, ഞാൻ ഇവിടെ വന്നിട്ട് ഫസ്റ്റിൽ യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ലോറിയൽ പാരീസിൻ്റെ ഒരു അലോവേര ജെൽ ടൈപ്പ് ആയിട്ടുള്ള ഒരു ലോഷനാണ്, ഫേസ് ലോഷനാണ്. ബട്ട് ഭയങ്കര ഒരു ജെൽ ടൈപ്പാണ്, നോൺ സ്റ്റിക്കി അല്ല. നല്ലൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട്, നമ്മൾ ഒട്ടും നമ്മുടെ ഫേസിൽ ഇട്ടിട്ടുണ്ടെന്നുള്ളൊരു ഫീല് തരില്ല. അത്യാവശ്യം ഒരു പെർഫ്യൂം ഉണ്ട് ഇതിൽ, നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ചില സ്കിൻ ടൈപ്പിന് ഇത് പറ്റില്ല. ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്യാത്തത് കൊണ്ട് എൻ്റെ സ്കിന്നിന് അങ്ങനെ ഡാമേജ് ഒന്നും വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ നല്ലൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഞാൻ ജെൽ ടൈപ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്, നോൺ സ്റ്റിക്കി ആയിട്ടുള്ളത്. ഭയങ്കര സ്റ്റിക്കി പ്രോഡക്റ്റ്സ് എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ് സംഭവം. എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ ഡെർമാക്കോയുടെ ഹൈലറൂണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ ജെല്ലാണ്. ഇത് അടിപൊളി സൺസ്ക്രീനാണ്. ഈ ഒരു സ്കിൻ ടൈപ്പ് എൻ്റെ ഒരു സ്കിൻ ടൈപ്പിന് നന്നായിട്ട് ചേരുന്നുണ്ട്. ഞാൻ അത്യാവശ്യം കാലം ഒരു 2-3 months ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതും ഞാൻ വേറൊരു സൺസ്ക്രീനിലോട്ട് മാറിയതും. ആ സൺസ്ക്രീൻ തീർന്നതോട് കൂടിയിട്ട് ഞാൻ വീണ്ടും ഇത് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നല്ലൊരു പ്രോഡക്റ്റാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. ഡെർമാക്കോയുടെ സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുള്ള സെറം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് നന്നായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് പിന്നെ എൻ്റെ സ്വന്തം പ്രൊഡക്റ്റാണ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ പ്രൊഡക്ഷൻ ചെയ്തതാണെന്ന്. അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത് തന്നിട്ടുള്ള ഒരു ജെല്ലും അതുപോലെ തന്നെ എൻ്റെ ഫേസ് വാഷുമാണ്. അഹാഗ്ലോയുടെ ഫേസ് വാഷാണ്. ഒരുപാട് കാലമായിട്ട് ഞാനിതാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നൈറ്റും 2 നേരം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്കിന്ന് കുറച്ച് ഡ്രൈ ആയത് കാരണം, ഇവിടുത്തെ ക്ലൈമറ്റും കാരണം ഞാനിപ്പോൾ ഒരു നേരം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ നമ്മുടെ സെറ്റാഫിലിൻ്റെ ക്ലെൻസറാണ് കേട്ടോ. ക്ലെൻസറിൻ്റെ ആ സ്റ്റിക്കറൊക്കെ അതുമെന്ന് പറഞ്ഞു പോന്നിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് മേടിച്ചതായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അത് പാക്ക് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ സ്റ്റിക്കറല്ലാതെ പറഞ്ഞു പോന്നിട്ടുണ്ട്. ഞാനും സെറ്റാഫിലിൻ്റെ ക്ലെൻസർ, ഇത് ബെസ്റ്റ് എന്ന് പറയാൻ, നമുക്ക് മേക്കപ്പ് റിമൂവറിനൊക്കെ ബെസ്റ്റ് ക്ലെൻസറാണ്. നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഇതിൻ്റെ പിന്നിൽ നിന്നുണ്ടാവില്ല കേട്ടോ. അടിപൊളി ക്ലെൻസറാണ്. ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ ഒരു ഫേസ് സെറമാണ്. ഹൈലറൂണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള അടിപൊളി ഫേസ് സെറമാണ്. വൈറ്റമിൻ B5 ഒക്കെ അടങ്ങിയിട്ടുള്ള ഫേസ് സെറമാണ്. ഓൾ സ്കിൻ ടൈപ്പ് എന്നവർ പറയുന്നുണ്ടെങ്കിലും ഒരു കോമ്പിനേഷൻ സ്കിന്നുള്ള ആൾക്കാരൊക്കെ, അതുപോലെ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. ചിലപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിനും ചേരണം എന്നില്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അല്ലെങ്കിൽ വീക്കിലി ഒരു 1-2 times അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ എനിക്ക് വലിയൊരു കുഴപ്പം തോന്നിയിട്ടില്ല. ഫേസ് ബംസൊക്കെ കുറച്ച് കുറയ്ക്കാനും അതുപോലെ തന്നെ പോഴ്സ്, ആക്നെ മാർക്സ് ഒക്കെ ഒന്ന് മിനിമലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് ചെറുതായ രീതിക്കൊന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സെറമല്ലേ, നമ്മൾ ഒരുപാട് വാരി തേക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ സെറം കുറച്ചൊരു സ്റ്റിക്കിനെസ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഡെർമാക്കോടെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതെനിക്ക് ഫേസിൽ ഇട്ട പോലെ ഒരു ഫീലേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊരു ഒട്ടുന്ന പോലെ ഒരു ഫീലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ്. ഇനിയും 1-2 പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് വാങ്ങിച്ചതൊക്കെ. അതൊക്കെ പിന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ എന്തായാലും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.